മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ പാല മേലെ ഉന്നതിയിലെ രാധയുടെ വീടാണ് ഈ കാണുന്നത്. സംഗതി വാർപ്പ് വീടാണെങ്കിലും ഈ വീട്ടിൽ മഴക്കാലത്ത് താമസിക്കണമെങ്കിൽ വീടിന്റെ മേൽക്കൂരയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കണം. ഈ വീട്ടിലാണ് 4 വർഷം മുൻപ് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ഊന്നുവടിയെ ആശ്രയിച്ച് ജീവിതം തള്ളി നീക്കുന്ന രാധയും മക്കളും ചെറുമക്കളും അടങ്ങുന്ന 10ഓളം കുടുംബാംഗങ്ങളും താമസിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടിന് മുകളിൽ 2018 ഒരു മഴക്കാലത്ത് തെങ്ങ് കടപുഴകി വീണാണ് വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചത്. എന്നാൽ ബന്ധപ്പെട്ട അധികാരികളോട് പലതവണ പരാതി പറഞ്ഞിട്ടും വീടിന്റെ ചോർച്ച പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. വീടിനോടൊപ്പം നിർമ്മിച്ച ശുചിമുറി ഉപയോഗശൂന്യമായതിനെ തുടർന്ന് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി അയൽ വീടുകളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. വീട് നിർമ്മാണ സമയത്ത് അടുക്കള നിർമ്മിക്കാത്തതുകൊണ്ടുതന്നെ വീടിനോട് ചേർന്ന് ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും ഉപയോഗിച്ച് ഒരു ഷെഡ് നിർമ്മിച്ചാണ് ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നത്. ശുചിമുറിക്കായി ടാങ്ക് നിർമ്മിക്കുന്നത് അടക്കമുള്ള പ്രവൃത്തി കുടുംബം സ്വന്തം ചിലവിൽ ചെയ്തെങ്കിലും തുടർന്നുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാൻ പണമില്ലാത്തതിനാൽ തന്നെ ഇതും പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ചോർന്നൊലിക്കാത്ത വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നൊന്നും ഇവർക്ക് നിശ്ചയമില്ല. എങ്കിലും അവർ കാത്തിരിക്കുകയാണ് അധികാരികളുടെ കാരുണ്യത്തിന് വേണ്ടി. വീടെടുത്തിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? എന്താ ഇവിടെ ചോർന്നിട്ട് കിടക്കാൻ അവിടെ ഭാഷ കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോ ഇത് പഞ്ചായത്തിനെ അറിയിച്ചിരുന്നോ? പഞ്ചായത്തിലെല്ലാം പറഞ്ഞില്ല. അവരെല്ലാം ഇങ്ങനെ തന്നെ ഫോട്ടോ ഇട്ട് പോയിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ അസുഖം? എന്താ വീണിട്ട് കാലിൻ്റെ എല്ലാം പൊട്ടിയിട്ട് കുറേയായോ? ആ കുറേയായി, 4 കൊല്ലമായി. നിങ്ങൾ ആരൊക്കെയാ ഇവിടെ താമസിക്കുന്ന നേരം? പിന്നെ എൻ്റെ മോളും 3 മക്കളും ഓനും അനിയത്തി. എന്തൊക്കെയാ നിങ്ങളെ പ്രശ്നം? എന്തൊക്കെയാ? ഞമ്മക്ക് ഇതന്നെ കക്കൂസും ഇല്ല, അടുക്കളയില്ല, ചോറിനിട്ട് നിൽക്കാനാകുന്നില്ല. നമ്മൾ 8 പേര് ഇവിടെ താമസിക്കുന്ന. എങ്ങനെയാ രാത്രി കിടന്നുറങ്ങുന്നൊന്നും ഞമ്മക്കറിയില്ല. അങ്ങനത്തെ വിധത്തിലല്ല. ഹൈ വിഷൻ ന്യൂസ്, കാക്കയങ്ങാട്.